കിങ്ഡം മൊനീറയിലെ ആദ്യ 2 ഭാഗങ്ങളാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ തുടർച്ചയായി വരുന്ന ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പാണ് സയനോബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ ഓർ നീലഹരിത ആൽഗകൾ. ഫോട്ടോസിന്തറ്റിക് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് ഇവ. ഇവ കൂടുതലും കാണപ്പെടുന്നത് ശുദ്ധജലത്തിലാണ്. എന്നാൽ മറൈൻ വാട്ടറിൽ കാണപ്പെടുന്ന ചില സൈനോബാക്ടീരിയകൾക്ക് ഉദാഹരണങ്ങളാണ് ട്രൈക്കോഡെസ്മിയം, അതുപോലെ ഡെർമാകാർപ്പ എന്നിവ. റെഡ് സീയുടെ റെഡ് കളറിന് കാരണമാവുന്ന ബ്ലൂ ഗ്രീൻ ആൽഗയാണ് ട്രൈക്കോഡെസ്മിയം. പല പ്ലാന്റ്സുമായും സിംബയോട്ടിക് അസോസിയേഷൻ ഫോം ചെയ്യുകയും നൈട്രജൻ ഫിക്സേഷൻ പെർഫോം ചെയ്യുകയും ചെയ്യുന്ന 2 ബ്ലൂ ഗ്രീൻ ആൽഗകളാണ് നോസ്റ്റോക്ക്, അനാബിന എന്നിവ. കോറലോയിഡ് റൂട്ട്സ് ഓഫ് സൈക്കസ്, ലീവ്സ് ഓഫ് അസോള, താലസ് ഓഫ് ആന്തോസിറസ് എന്നിവയുമായി ഇവ സിംബയോട്ടിക് അസോസിയേഷൻ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ലൈക്കൻ താലസിൽ ഫൈക്കോബയോൺസായി ആക്ട് ചെയ്യുന്ന ചില മെമ്പേഴ്സാണ് ഗ്ലോയോകാപ്സ, നോസ്റ്റോക്ക്, സൈറ്റോനീമ തുടങ്ങിയവ. അടുത്തതായി നമുക്ക് ഈ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഈ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും പ്രോകാരിയോട്ടുകളാണ്. ഈ ബ്ലൂ ഗ്രീൻ ആൽഗകൾ യൂണിസെല്ലുലാറായോ കൊളോണിയലായോ ഫിലമെൻ്റസ് ഫോമിലോ കാണപ്പെടുന്നുണ്ട്. യൂണിസെല്ലുലാർ ഫോമിൽ കാണപ്പെടുന്ന ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് ഉദാഹരണമാണ് സ്പൈറുലീന. അതുപോലെ കൊളോണിയൽ ഫോമിൽ കാണപ്പെടുന്ന ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ് അനാബിന. ഫിലമെൻ്റസ് ഫോമിൽ കാണപ്പെടുന്ന ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് ഉദാഹരണമാണ് ഓസിലറ്റോറിയ. ബ്ലൂ ഗ്രീൻ ആൽഗകളുടെ ഫിലമെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ട്രൈക്കോം. ഇവയിലെ പ്രോട്ടോപ്ലാസത്തെ പ്രധാനമായും 2 റീജിയൻസായി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്: സെൻട്രോപ്ലാസവും ക്രോമോപ്ലാസവും. സെൻട്രൽ റീജിയനിൽ കാണപ്പെടുന്ന പ്രോട്ടോപ്ലാസത്തെയാണ് സെൻട്രോപ്ലാസം എന്ന് വിളിക്കുന്നത്. പെരിഫറൽ റീജിയനിൽ കാണപ്പെടുന്ന പ്രോട്ടോപ്ലാസമാണ് ക്രോമോപ്ലാസം. ഈ പെരിഫറൽ റീജിയനിലെ പ്രോട്ടോപ്ലാസത്തിൽ ക്രൊമാറ്റോഫോർസ് കാണപ്പെടുന്നത് കൊണ്ടാണ് ക്രോമോപ്ലാസം എന്നറിയപ്പെടുന്നത്. ബ്ലൂ ഗ്രീൻ ആൽഗകളിൽ കാണപ്പെടുന്ന ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ആണ് ക്ലോറോഫിൽ എ, കരോട്ടിനോയിഡ്സ്, സി ഫൈക്കോസിയാനിൻ, സി ഫൈക്കോ എറിത്രിൻ എന്നിവ. ഇതിൽ ക്ലോറോഫിൽ എ ഗ്രീൻ കളറിലും കരോട്ടിനോയിഡ്സ് യെല്ലോ കളറിലും സി ഫൈക്കോസിയാനിൻ ബ്ലൂ കളറിലും സി ഫൈക്കോ എറിത്രിൻ റെഡ് കളറിലുമാണ് കാണപ്പെടുന്നത്. ഇവയിൽ കാണപ്പെടുന്ന റിസർവ് ഫുഡ് മെറ്റീരിയൽ സയനോഫൈസിയൻ സ്റ്റാർച്ചാണ്. ബ്ലൂ ഗ്രീൻ ആൽഗകളിലെ ചില ഫോംസിൽ കളർലെസ് ആയ ലാർജ് സെൽസ് കാണപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള ഈ സെൽസിനെയാണ് ഹെട്രോസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന സെൽസാണ് ഹെട്രോസിസ്റ്റ്. അടുത്തതായി നമുക്ക് ബ്ലൂ ഗ്രീൻ ആൽഗകളിൽ റീപ്രൊഡക്ഷൻ ഏതെല്ലാം രീതിയിലാണ് നടക്കുന്നതെന്ന് നോക്കാം. ഇവയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ പ്രധാനമായും ബൈനറി ഫിഷൻ വഴിയും ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഹോർമോഗോണിയ ഫോർമേഷൻ വഴിയുമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അക്കൈനറ്റ്സ് ഫോർമേഷൻ വഴിയും എൻഡോസ്പോസിൻ്റെ ഫോർമേഷൻ വഴിയും ഇവയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പ്രോകാരിയോട്സിൽ കാണപ്പെടുന്ന ഒരു കോമൺ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് ബൈനറി ഫിഷൻ. അനാബിന, നോസ്റ്റോക്ക് തുടങ്ങിയവയിലെല്ലാം അക്കൈനറ്റ് ഫോർമേഷൻ കാണാവുന്നതാണ്. വെജിറ്റേറ്റീവ് സെൽസിൽ നിന്നും ഫോം ചെയ്യുന്ന തിക്ക് വോളോട് കൂടിയ ഡോർമൻ സെൽസിനെയാണ് അക്കൈനറ്റ്സ് എന്ന് പറയുന്നത്. അൺഫേവറബിൾ കണ്ടീഷൻസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ അക്കൈനറ്റ്സ് ഫോം ചെയ്യുന്നത്. ചില ഫോംസിൽ എൻഡോസ്പോർ വഴിയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതേസമയം ഓസിലറ്റോറിയ പോലെയുള്ള ഫിലമെൻ്റസ് ഫോമിൽ ഹോർമോഗോണിയ അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയും പ്രത്യുൽപാദനം നടക്കാറുണ്ട്. ആ ഫിലമെൻറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷനെയാണ് ഹോർമോഗോണിയ എന്ന് വിളിക്കുന്നത്. ഈ ഭാഗം ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം
സെൽ ഡിവിഷൻ വഴി റീപ്രൊഡക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് താലസിന് ചുറ്റും കാണപ്പെടുന്ന മ്യൂസിലേജ്. ഈ ബ്ലൂ ഗ്രീൻ ആൽഗകൾ ജലത്തിൽ അമിതമായി വളരുന്നതിനെയാണ് വാട്ടർ ബ്ലൂം എന്ന് പറയുന്നത്. ഈ വാട്ടർ ബ്ലൂം ജലത്തെ മലിനമാക്കുകയും പലതരത്തിലുള്ള ടോക്സിക് സബ്സ്റ്റൻസുകളും ഈ ബ്ലൂ ഗ്രീൻ ആൽഗകൾ ജലത്തിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വാട്ടർ ബ്ലൂമിന് കാരണമാവുന്ന ചില ബ്ലൂ ഗ്രീൻ ആൽഗകളാണ് മൈക്രോസിസ്റ്റിസ് എറൂജിനോസ, അനാബിന ഫ്ലോസ് അക്വേ തുടങ്ങിയവ. അതുപോലെ പല ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബ്ലൂ ഗ്രീൻ ആൽഗകൾ ബയോ ഫെർട്ടിലൈസേഴ്സായി ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ ബയോ ഫെർട്ടിലൈസേഴ്സായി ഉപയോഗിക്കുന്ന ബ്ലൂ ഗ്രീൻ ആൽഗകൾക്ക് ഉദാഹരണങ്ങളാണ് നോസ്റ്റോക്ക്, അനാബിന തുടങ്ങിയവ. സിംഗിൾ സെൽ പ്രോട്ടീനായി ഉപയോഗിക്കുന്ന മറ്റൊരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ് സ്പൈറുലീന. ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ് സ്പൈറുലീന. ഇത്രയുമാണ് ബ്ലൂ ഗ്രീൻ ആൽഗകളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പാണ് മൈക്കോപ്ലാസ്മ. പൂർണ്ണമായും കോശഭിത്തിയില്ലാത്ത ജീവികളാണ് മൈക്കോപ്ലാസ്മകൾ. അതുകൊണ്ട് തന്നെ ഇവ പ്ലിയോമോർഫിക് ആണ്. അറിയപ്പെടുന്ന ജീവകോശങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ ജീവികളാണ് ഇവ. 1898 ഈ നൊക്കാഡ് ആൻഡ് ആർ റോക്സ് എന്നിവർ ചേർന്നാണ് ആദ്യമായി മൈക്കോപ്ലാസ്മയെ ഐസൊലേറ്റ് ചെയ്തെടുത്തത്. ബോവിൻ പ്ലൂറോ ന്യൂമോണിയ ബാധിച്ച ഒരു കാറ്റിലിൻ്റെ പ്ലൂറൽ ഫ്ലൂയിഡിൽ നിന്നാണ് ഈ മൈക്കോപ്ലാസ്മയെ ഇവർ വേർതിരിച്ചെടുത്തത്. ഈ മൈക്കോപ്ലാസ്മയാണ് PPLO എന്നറിയപ്പെടുന്നത്, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. മൈക്കോപ്ലാസ്മ സസ്യങ്ങളിലും ജന്തുക്കളിലും പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നവയാണ്. മൈക്കോപ്ലാസ്മ വഴി ഉണ്ടാകുന്ന ചില പ്ലാന്റ് ഡിസീസസ് ആണ് ലിറ്റിൽ ലീഫ് ഓഫ് ബ്രിഞ്ചാൾ, വിച്ചസ് ബ്രൂം ഓഫ് ലെഗ്യൂംസ്, ആസ്റ്റർ യെല്ലോ ഡിസീസ് ഓഫ് സൺഫ്ലവർ, സാൻഡൽ സ്പൈക്ക് തുടങ്ങിയവ. പ്ലൂറോ ന്യൂമോണിയയ്ക്ക് കാരണമാവുന്ന മൈക്കോപ്ലാസ്മയാണ് മൈക്കോപ്ലാസ്മ മൈക്കോയിഡ്സ് എന്ന് പറയുന്നത്. സെൽവോൾ അല്ലെങ്കിൽ കോശഭിത്തി ഇല്ലാത്തത് കാരണം ഇവ പ്ലിയോമോർഫിക് ആണ്. ഇങ്ങനെ പ്ലിയോമോർഫിസം കാണിക്കുന്നത് കൊണ്ടാണ് ജോക്കർ ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നിവ അറിയപ്പെടുന്നത്. അടുത്തതായി നമുക്ക് ആക്റ്റിനോമൈസീഡ്സിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്റ്റിനോമൈസീഡ്സ് ആണ് റേ ഫഞ്ചൈ എന്നറിയപ്പെടുന്നത്. ഫംഗൽ മൈസീലിയം പോലെയുള്ള ഗ്രോത്ത് കാണിക്കുന്നത് കൊണ്ടാണ് ആക്റ്റിനോമൈസീഡ്സിനെ റേ ഫഞ്ചൈ എന്ന് വിളിക്കുന്നത്. ഇവ അനേറോബിക്കോ ഫാക്കൽറ്റേറ്റീവ് അനേറോബിക് ഓർഗാനിസംസോ ആയിരിക്കും. അതുപോലെ ഇവ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളാണ്. ഒരു സിംബയോട്ടിക് ആക്റ്റിനോ ബാക്ടീരിയത്തിന് ഉദാഹരണമാണ് ഫ്രാങ്കിയ. ആൽനസ്, കാഷ്വറീന തുടങ്ങിയ നോൺ ലെഗുമിനസ് പ്ലാന്റ്സിൽ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയകളാണ് ഫ്രാങ്കിയ. അതുപോലെ ഓറൽ ക്യാവിറ്റീസിൽ വളരുന്ന ഒരു ആക്റ്റിനോമൈസീഡ്സ് ആണ് ആക്റ്റിനോമൈസിസ് ബോവിസ്. കാറ്റിൽസിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ലംബി ജോ എന്ന ഡിസീസിന് കാരണമാവുന്നത് ആക്റ്റിനോമൈസിസ് ബോവിസ് ആണ്. മണ്ണിൽ ജീവിക്കുന്ന ഒരു ആക്റ്റിനോ ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോമൈസിസ് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയകളാണ് മഴ പെയ്യുന്ന സമയത്ത് മണ്ണിന് ആ എർത്തി ഓർഡർ നൽകുന്നത്. ആ സമയത്ത് ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ജിയോസ്മിൻ എന്ന വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടാണ് ഈ എർത്തി ഓർഡറിന് കാരണമായി മാറുന്നത്. ഈ സ്ട്രെപ്റ്റോമൈസിസ് എന്ന ജീനസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട ആൻറ്റിബയോട്ടിക്കുകളാണ് സ്ട്രെപ്റ്റോമൈസിൻ, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ എന്നിവ. അടുത്തതായി നമുക്ക് ബാക്ടീരിയകളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ബെനഫിഷ്യലായ ബാക്ടീരിയകളെയും ഹാംഫുള്ളായ ബാക്ടീരിയകളെയും നമുക്ക് ചുറ്റുപാടും നമുക്ക് കാണാൻ കഴിയും. ആദ്യം നമുക്ക് ഇവയുടെ ബെനഫിഷ്യൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സോയിൽ ഫെർട്ടിലിറ്റി. ആദ്യം നമുക്ക് അമോണിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം.
പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഡെഡ് ബോഡീസിൽ അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് പ്രോട്ടീൻസിനെ ആദ്യം അമോണിയയായും പിന്നീട് അമോണിയം സോൾട്ടായും മാറ്റുന്ന പ്രക്രിയയാണ് അമോണിഫിക്കേഷൻ. ഈ അമോണിഫിക്കേഷന് സഹായിക്കുന്ന 2 ബാക്ടീരിയകളാണ് ബാസിലസ് റാമോസസ് അതുപോലെ ബാസിലസ് മൈക്കോയിഡ്സ് എന്നിവ. നെക്സ്റ്റ്, നൈട്രിഫിക്കേഷൻ. അമോണിയം സോൾട്ടിനെ നൈട്രൈറ്റായും പിന്നീട് നൈട്രേറ്റായും മാറ്റുന്ന പ്രക്രിയയാണ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. നൈട്രിഫിക്കേഷന് സഹായിക്കുന്ന 2 ബാക്ടീരിയകളാണ് നൈട്രോബാക്ടർ, നൈട്രോസോമോണസ് എന്നിവ. നെക്സ്റ്റ്, നൈട്രജൻ ഫിക്സേഷൻ. അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഓർഗാനിക് നൈട്രജനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയകളാണ് അസറ്റോബാക്ടർ, ക്ലോസ്ട്രിഡിയം, റൈസോബിയം തുടങ്ങിയവ. നെക്സ്റ്റ്, ആൻറ്റിബയോട്ടിക്സ്. നിരവധി ആൻറ്റിബയോട്ടിക്കുകളുടെ നിർമ്മാണത്തിനായി ബാക്ടീരിയകളെ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ചില ഉദാഹരണങ്ങളൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്ട്രെപ്റ്റോമൈസിൻ. സ്ട്രെപ്റ്റോമൈസിസ് ഗ്രിസിയസ് എന്ന ബാക്ടീരിയകളിൽ നിന്നാണ് സ്ട്രെപ്റ്റോമൈസിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ സ്ട്രെപ്റ്റോമൈസിസ് ഓറോഫേഷ്യൻസ് എന്ന ബാക്ടീരിയകളിൽ നിന്നാണ് ഓറോമൈസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്ട്രെപ്റ്റോമൈസിസ് വെനിസുലെ എന്ന് പറയുന്ന ബാക്ടീരിയകളിൽ നിന്നാണ് ക്ലോറോമൈസെറ്റിൻ എന്ന ആൻറ്റിബയോട്ടിക് നിർമ്മിക്കുന്നത്. ബാസിലസ് ലൈക്കനിഫോമിസ് എന്ന ബാക്ടീരിയകളിൽ നിന്നാണ് ബാസിട്രാസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ബാസിലസ് പോളിമിക്സ എന്ന ബാക്ടീരിയകളിൽ നിന്നാണ് പോളിമിക്സിൻ എന്ന ആൻറ്റിബയോട്ടിക് നിർമ്മിക്കുന്നത്. അടുത്തതായി നമുക്ക് ഇൻഡസ്ട്രിയൽ യൂസസിനായി ഉപയോഗിക്കുന്ന ചില ബാക്ടീരിയകളെ പരിചയപ്പെടാം. ലാക്റ്റിക് ആസിഡ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ബാക്ടീരിയകളാണ് സ്ട്രെപ്റ്റോകോക്കസ് ലാക്റ്റിസ്, അതുപോലെ ലാക്ടോബാസിലസ് ബൾഗാരിക്കസ് എന്നിവ. അതുപോലെ ബട്ടർ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ബാക്ടീരിയകളാണ് സ്ട്രെപ്റ്റോകോക്കസ് ലാക്റ്റിസ്, ല്യൂക്കോനോസ്റ്റോക് സിട്രോവോറം എന്നിവ. ചീസ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നവയാണ് ലാക്ടോബാസിലസ് അസിഡോഫോബസ്, ലാക്ടോബാസിലസ് ലാക്റ്റിസ്. കേർഡ് അല്ലെങ്കിൽ തൈര് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നവയാണ് ലാക്ടോബാസിലസ് ലാക്റ്റിസ്. യോഗ്ഹർട്ട് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നവയാണ് ലാക്ടോബാസിലസ് ബൾഗാരിക്കസ്. അതുപോലെ വിനെഗർ അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ അസറ്റി. ആൽക്കഹോൾ അതുപോലെ അസറ്റോൺ എന്നിവയുടെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രിഡിയം അസറ്റോബ്യൂട്ടലിക്കം. അതുപോലെ ഫൈബർ ഈൽഡിംഗ് പ്ലാന്റ്സിൽ നിന്നും ഫൈബേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് റെറ്റിംഗ് ഓഫ് ഫൈബേഴ്സ് എന്നറിയപ്പെടുന്നത്. ഈ റെറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാക്ടീരിയകളാണ് ക്ലോസ്ട്രിഡിയം ടെർട്ടിയം. അതുപോലെ ചില ബാക്ടീരിയകൾ വിറ്റാമിൻസിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നവയാണ്. നമ്മുടെ ഇൻഡസ്റ്റൈനിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് എക്സ്ട്രീഷ്യ കോളൈ ബാക്ടീരിയ. ഈ ബാക്ടീരിയ വിറ്റാമിൻ കെയുടെയും വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെയും നിർമ്മാണത്തിന് സഹായിക്കുന്നവയാണ്. അതുപോലെ B2 എന്ന വിറ്റാമിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രിഡിയം അസറ്റോബ്യൂട്ടലിക്കം. ടീ അതുപോലെ ടുബാക്കോ തുടങ്ങിയവയുടെ ക്യൂറിങ്ങിന് സഹായിക്കുന്ന 2 ബാക്ടീരിയകളാണ് മൈക്കോകോക്കസ് കാൻഡിസാൻസ് അതുപോലെ ബാസിലസ് മെഗാതീരിയം എന്നിവ. ഇൻഡസ്ട്രിയൽ യൂസസിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ബാക്ടീരിയകളെയാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. അടുത്തതായി നമുക്ക് ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന ചില ആനിമൽ ഡിസീസസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ആന്ത്രാക്സ്. ആന്ത്രാക്സിന് കാരണമാവുന്ന ബാക്ടീരിയയാണ് ബാസിലസ് ആന്ത്രാസിസ്. നെക്സ്റ്റ് വൺ, ബ്രൂസല്ലോസിസ്. ബ്രൂസെല്ല അബോട്ടസ് എന്ന ബാക്ടീരിയയാണ് ബ്രൂസല്ലോസിന് കാരണമാവുന്നത്. നെക്സ്റ്റ് വൺ, ബോവിൻ ട്യൂബർക്കുലോസിസ്. മൈക്കോബാക്ടീരിയം ബോവിസ് ആണ് ഈ രോഗത്തിന് കാരണമാവുന്ന ബാക്ടീരിയ. അതുപോലെ ബ്ലാക്ക് ലെഗിന് കാരണമാവുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രിഡിയം ചാൻവൈ. അടുത്തതായി നമുക്ക് ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന ചില പ്ലാന്റ് ഡിസീസസ് ഒന്ന് പരിചയപ്പെടാം. റൈസിനെ ബാധിക്കുന്ന ബാക്ടീരിയൽ ബ്ലൈറ്റ് എന്ന ഡിസീസിന് കാരണമാവുന്ന ബാക്ടീരിയയാണ് സാന്തോമോണാസ് റൈസൈ. ആപ്പിളിനെ ബാധിക്കുന്ന
ഫയർ ബ്ലൈറ്റ് രോഗത്തിന് കാരണമാവുന്ന ബാക്ടീരിയയാണ് എർവീനിയ അമൈലോവോറ. ക്യാരറ്റിനെ ബാധിക്കുന്ന സോഫ്റ്റ് റോട്ട് ഡിസീസിന് കാരണമാവുന്ന ബാക്ടീരിയയാണ് എർവീനിയ കാരറ്റോവോറ. അതുപോലെ സിട്രസിനെ ബാധിക്കുന്ന സിട്രസ് കാങ്കറിന് കാരണമാവുന്നവയാണ് സാന്തമോണസ് സിട്രി. കോട്ടണെ ബാധിക്കുന്ന ആംഗുലാർ ലീഫ് സ്പോട്ടിന് കാരണമാവുന്നവയാണ് സാന്തമോണസ് മാൽവേസിയറും. പൊട്ടറ്റോയെ ബാധിക്കുന്ന റിംഗ് റോട്ടിന് കാരണമാവുന്ന ബാക്ടീരിയയാണ് ക്ലാവിബാക്ടർ മിഷിഗാനൻസിസ്. പൊട്ടറ്റോയെ ബാധിക്കുന്ന സ്കാബ് ഡിസീസിന് കാരണമാവുന്നവയാണ് സ്ട്രെപ്റ്റോമൈസിസ് സ്കാബീസ്. ഇതുപോലെ മനുഷ്യരിലും പല രോഗങ്ങൾക്കും ബാക്ടീരിയകൾ കാരണമാവാറുണ്ട്. ചില രോഗങ്ങളും അവയ്ക്ക് കാരണമാവുന്ന ബാക്ടീരിയകളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. കോളറ. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ് കോളറയ്ക്ക് കാരണമായി മാറുന്നത്. ടൈഫോയിഡ്, സാൽമോണല്ല ടൈഫി. ട്യൂബർക്കുലോസിസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ലെപ്രസി, മൈക്കോബാക്ടീരിയം ലെപ്രെ. ന്യൂമോണിയ, ഡിപ്ലോകോക്കസ് ന്യൂമോണിയെ. പ്ലേഗ്, യെർസീനിയ പെസ്റ്റിസ്. ഡിഫ്തീരിയ, കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ. ടെറ്റനസ്, ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഫുഡ് പോയ്സണിംഗ്, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. സിഫിലിസ്, ട്രിപ്പനീമ പലീഡം. ബാക്ടീരിയകളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇതോടുകൂടി കിങ്ഡം മൊനീറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 5 കിങ്ഡംസിലെ നെക്സ്റ്റ് കിങ്ഡമായ കിങ്ഡം പ്രോട്ടിസ്റ്റുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.